നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന നിലപാടായിരുന്നു ബി.ജെ.പി തുടക്കൽ മുതൽ തന്നെ സ്വീകരിച്ചത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായ ഒന്നാണെന്നും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഈഗോ കാണിക്കാനാണ് LDFും UDFും ശ്രമിക്കുന്നത് എന്നുമായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരിച്ചത്. ബി.ജെ.പി മത്സരത്തിൽ നിന്നും പിന്മാറിയതോടെ സീറ്റ് BDJSന് നൽകാൻ ധാരണയായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തുവന്നു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ BDJS സംസ്ഥാന എക്സിക്യൂട്ടീവും NDA കമ്മിറ്റിയും ചേർന്ന ശേഷം 2 ദിവസത്തിനകം തീരുമാനമുണ്ടാകുമെന്ന് BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ നിലമ്പൂരിൽ BJP ഒരു മാസ്റ്റർ സ്ട്രോക്കിന് ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനാണ് BJPയുടെ ആലോചന. ഇതിനായി DCC ജനറൽ സെക്രട്ടറിയുമായി വരെ BJP നേതാക്കൾ ചർച്ച നടത്തി. മലപ്പുറം ജില്ലയിലെ DCC ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് ബീന ജോസഫുമായി BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള MG രമേശ് ചർച്ച നടത്തിയിരുന്നു. മഞ്ചേരിയിലെത്തി MG രമേശ് ബീന ജോസഫിനെ നേരിൽ കാണുകയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിച്ചിരുന്ന ബീന ജോസഫ് മണ്ഡലത്തിലെ മണിമൂളി സ്വദേശിയും മലയോര മേഖലയിൽ സ്വാധീനമുള്ള വ്യക്തിയുമാണ്. മഞ്ചേരി നഗരസഭാംഗം കൂടിയായ ബീന ഇടക്കാലത്ത് വൈസ് ചെയർപേഴ്സൺ കൂടിയായിരുന്നു. മലയോര മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നിർണായകമായ മണ്ഡലത്തിൽ ബീന ജോസഫ് BJP സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അത് UDFന് കനത്ത തിരിച്ചടിയായി മാറിയേക്കും. MD രമേശ് തന്നെ വന്ന് കണ്ട കാര്യം KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും രാഷ്ട്രീയത്തിലെത്തിയ ബീന ജോസഫ് തുറന്നു സമ്മതിക്കുന്നുമുണ്ട്. MD രമേശ് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് തന്റെ അരികിൽ വന്നത് എങ്കിലും രാഷ്ട്രീയവും സംസാരിച്ചിരുന്നു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ബീന വ്യക്തമാക്കിയത്. എന്നാൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുമില്ല. കാലങ്ങളായി DCC ജനറൽ സെക്രട്ടറിയാണ്. പാർട്ടിക്ക് വേണ്ടി അത്രയധികം പ്രവർത്തിക്കുന്നു. താൻ മത്സരിക്കാൻ യോഗ്യയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് തന്റെ പാർട്ടിയാണ്. മലയോര മേഖലയുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവരും പരിഹരിക്കാൻ സാധിക്കുന്നവരുമായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. നിലമ്പൂർ പോലുള്ള ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് അക്കാര്യം പരിഗണിക്കാമായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നമ്മളോടൊന്നും ചർച്ച നടത്തിയിരുന്നില്ല എന്നും ബീന തുറന്നു പറയുന്നു. അതേസമയം MD രമേശുമായി നടത്തിയ ചർച്ചയുടെ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഒരു പ്രൊഫഷണൽ കൂടിയായ താൻ അത് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുന്നത് ശരിയല്ല. രഹസ്യങ്ങൾ എപ്പോഴും അതുപോലെ ഇരിക്കട്ടെ. പെട്ടെന്നുള്ള ഒരു ചോദ്യമാകുമ്പോൾ അതിന് മറുപടി നൽകാൻ നമ്മൾ റെഡിയല്ല. പലരോടും ചോദിക്കേണ്ടതുണ്ട്. തന്റെ ആഗ്രഹം എപ്പോഴും കോൺഗ്രസുകാരിയായി നിൽക്കാനാണെന്നും ബീന തുറന്നു പറയുന്നു. അതേസമയം തുടർ ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് താൻ അങ്ങോട്ട് പോകില്ല, അവർ ഇങ്ങോട്ട് വരുമോ എന്ന് അറിയില്ല എന്നായിരുന്നു ബീനയുടെ മറുപടി. എന്തായാലും BJP നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് എങ്കിൽ അത് ബീനയാണ് എങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാകും.